ഡൽഹിയിലെ ജോലി കളഞ്ഞത് അബദ്ധമായി പോയെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? ഒരബദ്ധവും ഇല്ല. ചിത്രകാരന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു തോന്നിയപ്പോ കളഞ്ഞതാ അത്. ഇവിടെ ഒരു വിഷമേ ഉള്ളൂ, പെയിന്റിങ്സിന് മാർക്കറ്റ് കുറവാ. ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിനുള്ള അവസ്ഥയിലുമല്ല ഞാൻ. ഐ മീൻ ഫിനാൻഷ്യലി. കുറെ പെയിന്റിങ്സ് ഞാൻ വാങ്ങുന്നുണ്ട്, പറഞ്ഞില്ലേ, റോയൽ ടിവിയുടെ ഓഫീസിലേക്ക്. താങ്ക്സ്. ആ സാറ്റലൈറ്റ് ചാനൽ ആകെ ഒന്ന് അഴിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ. ആ, അത് പറഞ്ഞപ്പോഴാ പ്രോഗ്രാം സൈഡിൽ ഒരു വേക്കൻസി ഉണ്ട്. മായ ജേർണലിസം കഴിഞ്ഞ് നിൽക്കുകയാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കാം മായയ്ക്ക് ഒരു ജോലിയുടെ കാര്യം. ഞാനിത് എങ്ങനെയാ തന്നോട് പറയണതെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സീൻ 1 ഡേ എക്സ്റ്റീരിയർ. പൂരപ്പറമ്പിൽ കൃഷ്ണപിള്ളയുടെ വീട്. ചാണകക്കുഴി. ചാണകമിടുന്ന പൂരപ്പറമ്പിൽ കൃഷ്ണപിള്ള. അയ്യേ, കൃഷ്ണപിള്ള ചാണകമാണോടാ ഇടുന്നേ? ആരാടാ ഈ സ്ക്രിപ്റ്റ് എഴുതിയത്? മായ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ മായനെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിക്കേണ്ടത്. ഇതൊന്നും പെണ്ണുക്ക് പറഞ്ഞേക്കുന്ന പണിയല്ല. എന്താണ് സ്ക്രിപ്റ്റിന് കുഴപ്പം? എന്താ കുഴപ്പം ഇല്ലാത്തത്? ആത്മാർത്ഥമായിട്ട് ചാണകത്തെ സ്നേഹിച്ച ഒരാളെ കഥയില്ലേ ഇത്? ആ ചാണകക്കാരന്റെ ആത്മസംഘർഷം എത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. എന്തായാലും നീ ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നായിട്ട് മായ എഴുതിയിട്ടുണ്ട്. വഴക്ക് വേണ്ട, ചെക്ക് ഞാൻ ഒപ്പിടാം. പേന. എന്താ പച്ച ഒപ്പിടുന്നില്ലേ? അതല്ല, ആ പൂരപ്പറമ്പ് കൃഷ്ണപിള്ള എന്ന കഥാപാത്രമില്ലേ, ആ ചാണകക്കാരൻ ആരാ വേഷം ചെയ്യുന്നേ? അത് തീരുമാനിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് ഈ ചെക്കിന്റെ ഒപ്പം. എന്നതാ പച്ച? ആ വേഷം ഞാൻ തന്നെ ചെയ്തോളാം. അയ്യോ, എന്താടാ? അല്ല, 60 വയസ്സുള്ള ഒരു തെണ്ടിയുടെ വേഷം ഇതിലുണ്ട്. അതുപോരെ? കഴിഞ്ഞ സീരിയലിൽ ഒരു തെണ്ടിയുടെ വേഷമല്ലേ എനിക്ക് തന്നത്. പോരാത്തതിന് അതിലൊരു വരി ഡയലോഗ് പോലും ഉണ്ടായില്ല. എന്തായാലും ആ കേട് ഞാൻ ഇതിൽ തീർക്കും. അതുകൊണ്ട് ഈ വേഷം ഞാൻ തന്നെ ചെയ്യും. എന്തു പറയണു? രക്ഷപ്പെട്ടോ മാത്തച്ചായന? സ്ക്രിപ്റ്റ് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണം. സജി, സജി, ഇവനോടൊപ്പം രവി, രവി, സജി, സജി, പോവല്ലേ? ആ സജി, നീ എന്താടാ നിന്ന് അണയ്ക്കുന്നേ? ഹലോ, ഇച്ചായും വിളിക്കുന്ന കേട്ട് ഓടിയതുകൊണ്ടാ. അല്ല അപ്പച്ച, യവനെ വിളിച്ചേനെ അപ്പച്ചൻ എന്തിനാ കൂടെ ഓടിയേ? അത് വെറുതെ ഒരു കമ്പനിക്ക്, അത്രേ ഉള്ളൂ. കമ്പനിക്കോ? അപ്പച്ചൻ എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അത് നിന്റെ അപ്പനായതുകൊണ്ട് തോന്നണം, അല്ല ഒന്നുമില്ല. അതെ, എനിക്കറിയാം. ഈ ഇടയായിട്ട് അപ്പൻ അഭിനയിക്കാനും പഠിച്ചു തുടങ്ങിയല്ലേ? ഓ, നിനക്ക് തോന്നി തുടങ്ങിയോ എന്ത് ഞാൻ അഭിനയിക്കുന്നു? ഓ, രാവിലെ തന്നെ മനുഷ്യന്റെ ക്ഷമ പരിശോധിക്കരുത്. എവനെങ്കിലും നന്നാവാനുള്ള ഒരു വഴിയുമായിട്ടാ ഞാൻ വന്നേ. എടാ ഇത് തന്നെ. അതൊരു കവറ്. എടാ കവറിനകത്ത് എന്തായിരിക്കും? ഇച്ചായനും അറിയില്ല, എനിക്ക് എങ്ങനെ അറിയാം? എന്നാൽ ഇതിനകത്ത് ഒരു ജോലിയാ, ഇന്റർവ്യൂവിനുള്ള കാൾ ലെറ്റർ. എവിടെ ഇച്ചായ? ആ, അത് കിട്ടുമ്പോ അറിഞ്ഞാ മതി. അതെന്തിനായ? എവിടാന്ന് പറഞ്ഞ ഇപ്പൊ എന്തോ സംഭവിക്കാനാ? നീ ചെന്ന് നിന്റെ കൂട്ടുകാര് പെറുക്കിയോട് പറയും, പിന്നെ അവന്മാരും കൂടെ തള്ളും. എന്തിനാടാ അതിനൊക്കെ പോകുന്നത്? തൽക്കാലം അവന്റെയൊക്കെ കണ്ണി പൊടി ഇടുന്നതാ നല്ലത്. ഇപ്പൊ തന്നെ അവന്മാർക്ക് ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് ഇനി കണ്ണിലും കൂടെ പൊടിയിടുന്ന കഷ്ടമല്ലേ? നീ സംസാരിക്കാതെ വേഗം പോയി ഡ്രസ് മാറ്. പോണ വഴിക്ക് വീട്ടിലും കയറണം. അപ്പൊ എവിടാന്ന് പറയില്ല? പറയില്ല. പറയില്ലേ? പറയില്ല. ഇല്ല. വേണ്ട പോ. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. പിന്നെ നിന്റെ പപ്പയെ കാണുമ്പോ നാവറങ്ങി പോരുത്. ചോദിക്കണ്ടല്ല, നേരിട്ട് ചോദിച്ചാ മതി. ചേച്ചി, ആ നീ പപ്പയെന്ന് വിളിക്ക്. പപ്പയുടെ ഇല്ല, അത്യാവശ്യമായിട്ട് പുറത്തു പോയിരിക്കാ. എന്താ ചേച്ചി? ആ, ഇച്ചായന് പപ്പയെ കണ്ട് എന്താ സീരിയസ് മാറ്റർ സംസാരിക്കാനുണ്ടെന്ന്. യോ, ചേട്ടനത് എന്ത് പറ്റി? ബാറിന്ന് ഇറങ്ങിയപ്പോ കാല് ചെറുതായി സ്ലിപ്പായി. അപ്പൊ ചേട്ടൻ വീണ്ടും കോടതി പോകാൻ തുടങ്ങിയോ? ഇത് കോടതിയിലെ ബാറിന്നൊന്നും അല്ല, വെള്ളം അടിച്ച് ശരിക്കുള്ള ബാറിന്ന് വീണതാ. ഇടയ്ക്കിത് പതിവല്ലേ.
നീ വന്നേ. കാലത്തെ വലിച്ച് കയറ്റിയതാ, ഞാനൊന്ന് ഊരി കളയട്ടെ. നീ ഇരിക്ക്. പിന്നെ മിനിസ്റ്റർ വിളിച്ചാ ഞാൻ തിരിച്ചു വിളിക്കാന്നോ? ദേ ഫോണോ മാനിയൊന്നും ഇല്ലല്ലോ. എസ് ഒന്ന് വിളിച്ചാളല്ലേ? ലോക്കലാ അച്ചായ, അച്ചായ മുറ ലോക്കലാവല്ലേ? തന്നെടാ, ഞാൻ ലോക്കലാ. ഞാൻ ലോക്കലായിട്ട് സമ്പാദിച്ച പണം കൊണ്ടാ നീ ഇരുന്ന് ഞം ഞം അടിക്കുന്നത്. ഞാൻ ഇന്നോട്ട് ലോക്കലായിരിക്കും. അല്ല മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും ആമേദ്യവും കൂട്ടിക്കുറച്ച് 4 നേരം പൃഷ്ടാംഗം വെട്ടി വിഴുകി ആസനത്തിൽ വാളും ചുരുട്ടിയിരിക്കുന്നു. നീ എന്താ സുരേഷ് ഗോപിക്ക് പഠിക്കാ? അല്ല, 6ാം ക്ലാസ്സിൽ പഠിക്ക. എങ്ങനെയുണ്ട് എന്റെ സുരേഷ് ഗോപി? നന്നായിട്ടുണ്ട്. ഞാൻ കരഞ്ഞുപോയി. ഹലോ ഹലോ ഹലോ. കട്ടായി. ആരാ? ഒരു ഫ്രണ്ട് ആടാ ചെറുക്കാ. അവനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പന്റെ അതേ പ്രകൃത വഷള. ഇന്നലെ ടിവിയിൽ ഒരു സിനിമ കണ്ടേ പിന്നെ ചെക്കനിപ്പ് സുരേഷ് ഗോപിയാ. എപ്പോഴും ദേഷ്യവും വാശിയും. പിന്നെ ഒരു തോക്ക് വാങ്ങി കൊടുത്ത പിന്നെ അടങ്ങിയത്. വട കുളിപ്പിക്കാം. കുളിപ്പിക്കാതെ ഇല്ലാണ്ടാക്കോ? ഞാൻ ബാക്കി വന്നാ പിന്നെ കാണാം. ഹലോ മയെ, ഞാനാ സജി. എന്താ സജി? സുഖാണോ? ഞാൻ ആർക്കാണ് അസുഖം? അത് അസുഖം നമ്മുടെ പടിഞ്ഞാറുള്ള രാമചന്ദ്രൻ സാറിന്റെ ഇവിടെ സിറ്റി ഹോസ്പിറ്റലില്. അയ്യോ, എന്താ അസുഖം? അത് ഇവിടെ പൈൽസ്. എന്താ പൈൽസ് ഒരു അസുഖമല്ലേ? എടാ, കണ്ണി കണ്ട വൃത്തിയോട്ടവന്മാർക്ക് വരുന്ന അസുഖമല്ലടാ അത്. എന്നിട്ടെന്താ ഇച്ചായന് വരാത്തത്? ഞാൻ മന്ത്രിയുടെ ഫയൽസ് അന്വേഷിച്ച് നടക്കുമ്പോഴാ നിന്റെ ഒരു പൈൽസ്. ഹലോ ലൈൻ കിട്ടുന്നില്ല. മോനെ ദിനേശ, ഫ്രണ്ടാണല്ലേ? എങ്ങനെ മനസ്സിലായിന്നാവും? അപ്പന്റെ ബുദ്ധിയാ എനിക്ക്. പേരെന്താ ഫ്രണ്ടിന്റെ? അത് ലൈൻ കക്ഷിയാണല്ലേ? പേരൊന്നും പറയണ്ട, വിളിച്ചോ. വിളിക്കേ, നോക്കട്ടെ. ഹലോ, അഡ്വക്കേറ്റ് സ്റ്റീഫൻ തേനിക്കടൻ. ആരാടാ, മിനിസ്റ്റർ ആണോ? അല്ല, അത് ആശുപത്രിയിൽ നിന്ന് മറ്റേ രാമചന്ദ്രൻ സാറാ. ഇതാ ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? വേദനയൊക്കെ കുറവുണ്ടോ? ആ, ലേശം കുറവുണ്ട്. എരിവുള്ളൊന്നും കഴിക്കരുത് കേട്ടോ. അല്ല, ഇതെങ്ങനെ അറിഞ്ഞു? പുറത്തു പറയാൻ പറ്റാത്ത കാര്യമാകുമ്പോ എല്ലാരും പെട്ടെന്ന് അറിയുമല്ലോ. അതെ, ഇന്നലെ ഇത്തിരി ഓവറായി, അതാ പറ്റിയത്. ഓവർ ആവണതിന് മുമ്പ് ഓപ്പറേഷൻ നടത്തിയത് നന്നായി. ഓപ്പറേഷനോ? എന്ത് ഓപ്പറേഷൻ? അല്ല, പൈൽസിന്. പൈൽസ് നിന്റെ അപ്പന്. രാമേന്ദ്രൻ സാറിന് പൈൽസ് എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? സാറ് പറയുന്നത് നമ്മുടെ അപ്പനാണെന്ന്. ഇതാണ് നമ്മുടെ അപ്പന്റെ ദൂഷ്യം. ഒരു കാര്യം തുറന്നു പറയത്തില്ല. നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ മൂത്ത മകനായ ഞാൻ ഈ ഒരു അറിയേണ്ടത്? അതുപോട്ടെ, നീ വാ.